ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എറണാകുളത്തേക്കാണ്. ഈ എറണാകുളത്ത് എന്തിനാന്നുള്ളത് എല്ലാവർക്കും അറിയില്ല. വൈഫിൻ്റെ വീട് എറണാകുളമാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വൈഫിൻ്റെ വീട്ടിൽ. അത് പക്ഷേ കാറിലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. ട്രെയിനാണ് സുഖം എന്ന് തോന്നുന്നത്. കാരണം ട്രെയിനിലാകുമ്പോൾ അധികം ബുക്ക് ചെയ്ത് പോകുകയെന്നുണ്ടെങ്കിൽ തന്നെ ആകെ ഒരാൾക്ക് 100 റുപ്യ വരുന്നുള്ളൂ ടിക്കറ്റ്. പിന്നെ നല്ല സുഖസുന്ദരമായിട്ട് ഇരുന്ന് പോകട്ടെ. ബ്ലോക്ക് അറിയേണ്ട ഒന്നും അറിയേണ്ട, ഒരു ക്ഷീണമില്ലാണ്ട് അടിപൊളിയായിട്ട് എത്താം. പക്ഷേ സീറ്റ് വേണം കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ എന്നാലും അവിടെ ഇരുന്നില്ല കേട്ടോ. കാരണം അത് രണ്ട് ആൾക്കാരെ സെൻറ്ററിലൊക്കെയാണ് ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന് നിൽക്കണതാണ് നല്ലത്. എന്തായാലും ഇവരുടെ ഇരിക്കണ നല്ല നിൽക്കണതാണ് നല്ലതെന്ന് വെച്ചാൽ ഞങ്ങൾ ഡോറിൻ്റെ സൈഡിലിരുന്ന് നല്ല വ്യൂ കാണാമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്നിട്ട് കുറച്ച് നേരം കാലും കൈ കടഞ്ഞപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ട്. നമ്മുടെ സീറ്റല്ല, വേറെ ആരുടെ സീറ്റാണ്. അപ്പോൾ അവിടെ ആൾ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കയറി. അങ്ങനെയൊക്കെ ഇരിക്കാവൊന്നും കുഴപ്പമില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ ആലുവയിൽ എത്തിയിട്ട് നമ്മൾ ഇഫ്താർ റെസ്റ്റോറൻറ്റിലിട്ടാണ് നേരെ കാണുന്നത്. ആലുവയിൽ എത്തി കഴിക്കാൻ ഭയങ്കര മഴ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം നിന്ന് അവരാക്കിക്കൊണ്ട് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിലുള്ള തിരക്കാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ടെന്ന് അറിയില്ല, എല്ലാവരും ട്രെയിനിലാണ് വരുന്നത്. ബസ്സൊക്കെ ഒഴിവാക്കി തോന്നട്ടോ.